ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു CC പ്ലസ്. അപ്പോൾ ഇന്ന് നമുക്ക് മാത്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് എ ലാപ്ടോപ്പ് ഈസ് 8,000 റുപ്പീസ്. ഒരു ലാപ്ടോപ്പിന്റെ വില എത്രയാണ്? 8,000 രൂപയാണ് ഒരു ലാപ്ടോപ്പിന്റെ വില. ദ പ്രൈസ് ഓഫ് എ പ്രിന്റർ ഈസ് 5,500 റുപ്പീസ് മോർ ദാൻ ദ പ്രൈസ് ഓഫ് എ ലാപ്ടോപ്പ്. പ്രിന്ററിന്റെ വില എങ്ങനെയാണ്? ലാപ്ടോപ്പിന്റെ വിലയേക്കാളും 5,500 രൂപ കൂടുതലാണ് പ്രിന്ററിന്റെ വില. വാട്ട് ഈസ് എ ടോട്ടൽ പ്രൈസ് ഓഫ് എ ലാപ്ടോപ്പ് ആൻഡ് എ പ്രിന്റർ? അങ്ങനെയാണെങ്കിൽ ലാപ്ടോപ്പിന്റെയും പ്രിന്ററിന്റെയും വില ആകെ എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്താണ് ലാപ്ടോപ്പിന്റെ പ്രൈസ് എത്രയാണ്? ലാപ്ടോപ്പിന്റെ പ്രൈസ് വരുന്നത് 8,000 റുപ്പീസ് ആണ്. 8,000. ഓക്കെ. പിന്നെ പ്രൈസ് ഓഫ് പ്രിന്ററിന്റെ പ്രൈസ് എത്രയാണ്? ലാപ്ടോപ്പിന്റെ വിലയേക്കാൾ 5,500 ആണ്, 5,500 രൂപ കൂടുതലാണ് പ്രിന്ററിന്റെ വില. അപ്പൊ എന്ത് വരും? പ്രിന്ററിന്റെ വില ലാപ്ടോപ്പിന്റെ വിലയേക്കാൾ പ്രൈസ് ഓഫ് ലാപ്ടോപ്പിനേക്കാൾ എത്ര കൂടുതലാണ്? 5,500 കൂടുതലാണ്. ദാറ്റ് മീൻസ് എത്രയാവും? 8,000 പ്ലസ് 5,500, 8,000 പ്ലസ് 5,500, 5,500 എന്ത് വരും? 13,500, 13,500 എന്ന് വരും പ്രിന്ററിന്റെ വില. നമുക്കിനി എന്താ കാണേണ്ടത്? വാട്ട് ഈസ് എ ടോട്ടൽ പ്രൈസ് ഓഫ് എ ലാപ്ടോപ്പ് ആൻഡ് എ പ്രിന്റർ? പ്രിന്ററിന്റെയും ലാപ്ടോപ്പിന്റെയും വിലയുടെ ആകെ തുകയാണ് കാണേണ്ടത്. എന്ത് വരും? 8,000 പ്ലസ് 13,500. 13,500 എന്ത് വരും? 0, 0, 5, 8 plus 3, 11. 1 ക്യാരി ചെയ്യും. 1 plus 1, 2. 21,500. 21,500 രൂപ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇഫ് ദ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 2,34,107. വലിയ നമ്പർ കണ്ടിട്ട് പേടിക്കണ്ട. നമുക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്രോഡക്റ്റ് ഓഫ് രണ്ട് നമ്പേഴ്സ് ഗുണിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2,34,107. 2,34,107 എന്നുള്ളൊരു നമ്പറാണ് നമുക്ക് കിട്ടുക. ആൻഡ് വൺ ഓഫ് ദ നമ്പേഴ്സ് ഈസ് 799. അതിൽ ഒരു നമ്പർ എത്രയാണ്? 799 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു നമ്പർ 799 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്താണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ദെൻ ഫൈൻഡ് ദ സെക്കൻഡ് നമ്പർ. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിപ്പോ നമ്മള് എന്താണ്, ഒരു നമ്പർ 799 ആണ്. രണ്ടാമത്തെ നമ്പർ അറിയില്ല. അപ്പൊ അതിന് ഞാനിവിടെ x എന്ന് എടുക്കുകയാണ്. ഓക്കെ. നമുക്ക് പ്രൊഡക്റ്റ് എത്രയാ കിട്ടുന്നത്? 234,107. നമുക്ക് എന്താ വേണ്ടത്? രണ്ടാമത്തെ സംഖ്യ. ഇവിടെ അറിയില്ലാത്തത് ഏതാണ്? ഈ x എന്നുള്ള വാല്യൂ, ആ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കിട്ടും? x ഈക്വൽ ടു 234,107 ഡിവൈഡഡ് ബൈ 799. ഇത് മുഴുവനും നിങ്ങൾ ഡിവൈഡ് ചെയ്യണോ? നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെയാണ്? എക്സാമിന് ABCD 4 ഓപ്ഷൻ ഉണ്ടാവല്ലേ, അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇത് മുഴുവനും ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? 799 ഇതിന്റെ ലാസ്റ്റ് നമ്പർ, യൂണിറ്റ് ഡിജിറ്റ്, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അതെടുക്കുക. അത് ഏതാണ്? 9 ആണ്. നമ്മുടെ ആൻസറിൽ വരുന്ന ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്താണ്? 7 ആണ് അല്ലെ. അപ്പൊ 9നെ ഏത് നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 7 എന്ന് കിട്ടുന്നത്? എന്ന് പറഞ്ഞേ, ഏതായിരിക്കും കിട്ടുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. 9 into 3 അല്ലേ? 9 into 3 ചെയ്യുമ്പോൾ 27 ആ വരുന്നത്. യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നമുക്ക് എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ വരുന്ന നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 3 ആയിരിക്കും. യൂണിറ്റ് ഡിജിറ്റ് 3 ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഇത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 295, 296, 293, 294. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 5 ആണ്, ഇവിടെ 6 ആണ്, 3 ആണ്, ഇവിടെ 4 ആണ്. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 3 വരുന്നത് ഏത് നമ്പറിലാണ്? ഓപ്ഷൻ സി, 293, 293. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ. നെക്സ്റ്റ്, ഫൈൻഡ് ദ പ്രോഡക്റ്റ്. ഇവിടെ കുറെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 10 ഇൻറ്റു, ഇവിടെ സ്റ്റാർ കൊടുത്തേക്കുന്നത് ഇൻറ്റു എന്നുള്ളതാണ്. ഗുണിക്കുക. ഓക്കെ. 10 into 9 into 8 into അങ്ങനെ പോയി എവിടെ വരെ ഉണ്ട്? 0 വരെ ഉണ്ട്. എന്തായിരിക്കും ഇതിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുണനഫലം എന്ന് പറയുന്നത്? എന്തായിരിക്കും?
ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു നമ്പർ വന്നിട്ടുണ്ട്. ഏതാണ്? 0. 0 വെച്ചിട്ട് എത്ര വലിയ നമ്പർ ആയാലും, എത്ര വലിയ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും എന്താ നമുക്ക് കിട്ടുക? 0 വെച്ചിട്ട് ഏത് വലിയ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമ്മളുടെ ആൻസർ എപ്പോഴും 0 തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസിൽ വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഫൈൻഡ് ദ ആൻസർ when 7,21,872 divided by 18. 7,21,872 divided by 18. അപ്പോൾ നമുക്ക് എന്താണ്? ജസ്റ്റ് ഹരിക്കുക എന്നുള്ളതാണ്, ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ കാണുക എന്നുള്ളത് മാത്രമാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും നിങ്ങൾ ചിന്തിക്കും, നമ്മൾ ആ മുന്നത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ടൊന്ന് നോക്കിക്കൂടെ എന്ന്. ഓക്കെ, നമുക്കൊന്ന് നോക്കി വെക്കാം. പക്ഷെ ഇവിടെ എല്ലായിടത്തും ആൻസർ നോക്ക്, നിങ്ങൾ ആൻസർ നോക്കുക. ആൻസറിൽ എല്ലായിടത്തും യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? സെയിം ആണ്, 4 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാൻ ഇവിടെ പറ്റുമോ? പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഹരിച്ച് തന്നെ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് തന്നെ നോക്കണം. ഇതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? എങ്ങനെയായിരിക്കും? 7,2,1,872 വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 7,2,1,872 ഡിവൈഡഡ് ബൈ എന്താണ്? 18. അപ്പോൾ 18 72ൽ എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ്. 4 ടൈംസ് 18 ഈസ് 72. ഇനി 1 റിമൈൻഡർ വന്നു. 1ൽ 18 ഇല്ലാത്തത് കൊണ്ട് 0 എന്ന് കൊടുത്തു. അഗെയിൻ ഒരു 8ഉം കൂടെ താഴേക്ക് എഴുതി. 1 ടൈംസ് 18 ഈസ് 18. ദെൻ അഗെയിൻ 7 വന്നു. 7ലും ഇല്ലാത്തത് കൊണ്ട് ഒരു 0 കൊടുത്തു. അപ്പോൾ ബാക്കി ഇനിയുള്ളത് 2 ആണ്. 72. 72 4 ടൈംസ് 18 72. റിമൈൻഡർ എന്ത് വന്നു? 0 വന്നു. സോ നമ്മുടെ ആൻസർ എന്താണ്? 40104. 40104 ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഡിവൈഡ് ചെയ്യാനൊക്കെ എല്ലാ മക്കൾക്കും അറിയായിരിക്കും. പക്ഷെ ഇവിടെ എന്താണ് ഡിഫറൻസ് വരുന്നത്? ഡിഫറൻസ് വരുന്നത് ഇത് 0 ആഡ് ചെയ്യാന്നുള്ളതാ. ഇവിടെ രണ്ടിടത്തും നമ്മൾ റിമൈൻഡർ എടുത്ത് എഴുതുമ്പോൾ അവിടെ 0 ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും മറന്നു പോകും. അപ്പൊ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ, കുറയ്ക്കാനുണ്ട് അല്ലേ? അപ്പൊ നമുക്കത് ആദ്യം ചെയ്ത് നോക്കാം. 8249 മൈനസ് 5945. എന്താണ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുക? 9 മൈനസ് 5 4, 4 മൈനസ് 4 0, 2 മൈനസ് 9 12 മൈനസ് 9 3. അപ്പോൾ ബാക്കി ഇവിടെ എന്തൊരു 7. 7 മൈനസ് 5 2, 2304. അതായത് 7830 മൈനസ് എക്സ് ഈക്വൽ ടു 2304. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? എക്സ് ഈക്വൽ എക്സ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും. ഇവിടെ മൈനസ് എക്സ് ആയിരുന്നു, അത് റൈറ്റിൽ പോകുമ്പോൾ പ്ലസ് എക്സ് ആവും. എന്നിട്ട് 2304 ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വരും? 7830 മൈനസ് 2304. എന്താണ് കുറയ്ക്കുമ്പോൾ കിട്ടുക? 10 ആവും. 10 മൈനസ് 4 6. ഇവിടെ 2 ആവും. 2 മൈനസ് 0 2, 8 മൈനസ് 3 5, 7 മൈനസ് 2 5. 5526 എന്ന് കിട്ടും എക്സിന്റെ വാല്യൂ. ഓക്കെ, ഇവിടെ എന്താ ചെയ്തത് നമ്മൾ? ഫസ്റ്റ് ഈ റൈറ്റ് കിടക്കുന്ന സബ്ട്രാക്ഷൻ കുറയ്ക്കാനുള്ളത് അതങ്ങ് കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ എക്സിനെ റൈറ്റിലേക്ക് കൊണ്ടുപോയി. റൈറ്റിൽ നമുക്ക് കിട്ടിയ ആൻസർ ദാറ്റ് ഇസ് 2304നെ എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് നേരെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. വളരെ സിമ്പിൾ ആണ്. ആ ഒരു സബ്ട്രാക്ഷനിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവിടെ തെറ്റിക്കാണ്ടിരുന്നാൽ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് എക്സാമിനായിട്ട് ഇനി ഏകദേശം ഒരു 25 ദിവസം മാത്രമാണ് മുന്നിലുള്ളത്. അപ്പോൾ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ഈ കുറച്ച് സമയത്തിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ CC+ന്റെ ബാച്ച് റണ്ണിങ് ആണ്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫീസ് വരുന്നത് 1999 രൂപയാണ്. അപ്പോൾ എല്ലാവരും ബാച്ചിൽ ജോയിൻ ചെയ്ത് എക്സാം നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്യുക. അതുപോലെ നവോദയ എക്സാമിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, അതുപോലെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഓൾസോ ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.